പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് എൻ്റെ വണ്ടീൻ്റെ സിലിണ്ടറും പിസ്റ്റണൊക്കെ മാറ്റുക. അപ്പോൾ വണ്ടി ഓടിയത് 1,40,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുണ്ട്. അപ്പോൾ അത് എന്താണെന്ന് വെച്ചാൽ വണ്ടീൻ്റെ ഓയിൽ കുറയുകയാണ്, കത്തുമ്പോൾ 2000 കിലോമീറ്റർ ഓടുന്ന സമയത്തൊക്കെ ഒരു 500 ഓയിൽ നമുക്ക് കത്തിപ്പോകുന്നുണ്ട്. അപ്പോൾ ആ സ്ഥിതിയിലെത്തിയപ്പോഴാണ് സിലിണ്ടറും പിസ്റ്റണും മാറ്റാൻ തീരുമാനം എടുക്കുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ അതും വെച്ച് ഇനിയും മുന്നോട്ട് ഓടിക്കഴിഞ്ഞാൽ നമ്മളെ എൻജിൻ കംപ്ലീറ്റ് അയച്ച് പണിയെടുക്കേണ്ട അവസ്ഥയിലെത്തും. അപ്പോൾ ഓയിൽ കത്താൻ തുടങ്ങിയപ്പോൾ തന്നെ ഏകദേശം മനസ്സിലാക്കിക്കൊണ്ട് ഇതിൻ്റെ പിസ്റ്റണും സിലിണ്ടറും മാറ്റുകയാണ്. അപ്പം അതിൻ്റെ വീഡിയോ ആണ് എല്ലാവരുമായിട്ട് പങ്കുവയ്ക്കുന്നത്. ഈ കാണുന്ന റോഡ് ഫറൂഖ് കോളേജ് ചുങ്കം റോഡാണ്. ഫറൂഖ് കോളേജ് ചുങ്കത്തിൻ്റെ അടുത്തു നിന്നാണ് നമ്മൾ പണിയെടുക്കുന്നത്, ഇതിൻ്റെ വർക്ക് എടുക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി കൊണ്ടുവന്നതാണ്. ഇവിടെ നിന്ന് താഴോട്ടുള്ള വഴിയിലാണ് സൂരജിൻ്റെ വർക്ക് ഷോപ്പ്. വീട്ടിൽ വെച്ചിട്ടാണ് പണിയെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കറിയാം, വണ്ടി ഇത് ചില സമയങ്ങളിൽ ഇതിൻ്റെ വർക്കുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വീഡിയോസ് ഞാൻ ഇടാറുണ്ട്. വണ്ടി എടുത്ത അന്ന് മുതലുള്ള പിസ്റ്റണും സിലിണ്ടറും ഇങ്ങോട്ട് അയച്ചെടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ക്രാങ്കിന് വലിയ കുഴപ്പം കാണുന്നില്ല. അതേ സ്ഥാനത്ത് ലൈനിൽ എവിടെ കുടുങ്ങിയതാണെങ്കിൽ നമ്മളെ ക്രാങ്ക് ബെയറിങ്ങൊക്കെ ലൂസാവാൻ സാധ്യതയുണ്ട്. ഹെഡ് കംപ്ലീറ്റ് വീക്കായിട്ടുണ്ട്. പിന്നെ അതുപോലെ ഇത് അയച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ ക്ലച്ച് കംപ്ലീറ്റ് സാധനം മാറ്റുക നല്ലത്. ടൈമിങ് ചെയിന് അതൊക്കെ മാറ്റിയിട്ട് കഴിഞ്ഞാൽ കുറച്ച് കാലത്തേക്ക് നമുക്ക് നല്ല രീതിയിൽ വാഹനം കൊണ്ടടക്കാം. പിന്നെ എന്താ കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞാൽ, ക്ലച്ചിനോ കംപ്ലയിൻറ്റ് വന്നാൽ പിന്നെ നമ്മൾ അതിനായിട്ട് അയക്കണോ? ഇതാകുമ്പോൾ അതിൻ്റെ ആവശ്യമില്ല, അതിൻ്റെ കൂടെ ചെയ്താൽ മതി. പിന്നെ അതുപോലെ ഹെഡ് പുതിയത് വാങ്ങി വെക്കുകയാണ്. കാരണം ചെയ്തിടുന്നതിനേക്കാട്ട് നല്ലത്. കാരണം CNG വാഹനം ആയതുകൊണ്ട് ഇതൊക്കെ തന്നെ ചൂടായിട്ട് പഴുക്കുക ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് മാറ്റാന്ന് വെച്ച് ഫുള്ളായിട്ട് മാറ്റിക്കളാന്ന് വെച്ച്. ഓയിലൊക്കെ കത്തുന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കണം. ഓയിലില്ലാതെ വണ്ടി ഓടരുത്. ശ്രദ്ധിച്ചില്ലെങ്കിൽ വലിയ പണി കിട്ടും. അപ്പോൾ ഇതിനായ ചിലവ് 15 രൂപയൊക്കെയാണ് വരിക. പക്ഷേ ഞാൻ വേറെ മറ്റുള്ള വീലിൻ്റെ പണികളൊക്കെ എടുത്തുകൊണ്ട് എനിക്ക് 18,000 രൂപ ആയിട്ടുണ്ട്. അതാണ് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്. കാരണം ഇത് ഒരുപാട് ആൾക്ക് ഉപകാരപ്പെടുമെന്ന് എനിക്കറിയാം. കാരണം വണ്ടി എടുത്ത CNG വണ്ടി ഇറങ്ങിയിട്ട് ഇപ്പോൾ ഒരു 3-4 കൊല്ലമായിട്ടുള്ളൂ, 4-5 കൊല്ലം. BS6 ഇറങ്ങിയിട്ട് ഇപ്പോൾ 3 കൊല്ലമായിട്ടുള്ളൂ. BS6 വണ്ടിയാണ് ഞാൻ എടുത്തത്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ് ഞാൻ പങ്കുവെക്കുന്നത്. വീണ്ടും കാണാം പുതിയ വീഡിയോ ആയിട്ട്.